ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 6th മൊഡ്യൂളിലെ ടോപ്പിക് ആയ കൈനമാറ്റിക് മെത്തേഡ് അപ്ലൈഡ് ടു ഫ്രെയിംസ്. സോ കൈനമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് ഫ്രെയിംസിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. Kinematic method യൂസ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസ് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫ്രെയിംസ് എങ്ങനെ കൈനമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രെയിംസിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കൈനമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു ഫ്രെയിം ABCD തന്നിട്ടുണ്ട്. കൈനമാറ്റിക് മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൊളാപ്സ് മെക്കാനിസം വരയ്ക്കുകയാണ്. ഒരു കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ ബീമിലെ ഓരോ സ്പാനിലായിട്ട് നമ്മൾ കൊളാപ്സ് മെക്കാനിസം വരയ്ക്കുമായിരുന്നു. ഫ്രെയിം വരുമ്പോൾ ഫസ്റ്റ് കൺസിഡർ ദി ബീം മെക്കാനിസം. ഓക്കെ, അപ്പൊ ബീം മെക്കാനിസം വരയ്ക്കുമ്പോൾ BC എന്ന സ്പാൻ മാത്രം കൺസിഡർ ചെയ്യാം. BC എന്ന സ്പാനിൽ ഏതൊക്കെ പോയിന്റാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് നോക്കാം. B എന്ന പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും, C എന്ന പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും, ലോഡിന് താഴെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. സോ ലോഡിന് താഴെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ കൊടുക്കുക. ഡ്രോ ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം ഓഫ് സ്പാൻ BC. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബീം മെക്കാനിസം വരയ്ക്കുക, പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് അപ്ലൈ ചെയ്യുക, പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, ഇനി AB അല്ലെങ്കിൽ CD എന്ന സ്പാനിൽ ലോഡ് ഉണ്ടായിരുന്നെങ്കിലും സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് സ്വേ മെക്കാനിസം. സ്വേ മെക്കാനിസം എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയിമില് കോളത്തിനാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഓക്കെ, സോ B എന്ന ജോയിന്റിൽ ഇവിടെ ഒരു ലോഡ് തന്നിട്ടുണ്ട്. സോ ഈ കോളം ലാറ്ററലി ഡിസ്പ്ലേസ്ഡ് ആകുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം വരയ്ക്കുകയാണ്. AB ആൻഡ് CD എന്ന കോളംസ് ഡിസ്പ്ലേസ്ഡ് ആകുന്നുണ്ട് ബൈ ആൻ എമൗണ്ട് ഡെൽറ്റ. കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം ആണ് ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ജോയിന്റ്സിലൊക്കെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. ABCD എല്ലാം ഫിക്സ്ഡ് ആണ്. സോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഓരോ പോയിന്റിലെയും റൊട്ടേഷൻ, A എന്ന പോയിന്റിലെ റൊട്ടേഷൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ B യിലെ റൊട്ടേഷനും തീറ്റ ആയിരിക്കും, ഓൾട്ടർനേറ്റ് ആംഗിൾ. സിമിലർലി C ആൻഡ് D യിലെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ ആണ്. AB യിലെയും CD യിലെയും റൊട്ടേഷൻ സെയിം ആവാനുള്ള കാരണം AB യുടെയും CD യുടെയും ലെങ്ത് സെയിം ആണ്. ഹൈറ്റ് ഡിഫറെന്റ് ആയിരുന്നെങ്കിൽ തീറ്റ വേരി ചെയ്തേനെ. ഇവിടെ ഹൈറ്റ് സെയിം ആയതുകൊണ്ട് തീറ്റയും സെയിം ആയിരിക്കും. ഓക്കെ, ഓരോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്ന പോയിന്റിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി പ്ലോട്ട് ചെയ്യും. ഇനി ഈ കേസിലും പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക, ഇന്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക, രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യുക, ഫൈൻഡ് ദി പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. The next mechanism is the combined mechanism. ഈ combined mechanismത്തിൽ നമ്മൾ ചെയ്യുന്നത് ബീം മെക്കാനിസവും സ്വേ മെക്കാനിസവും കമ്പൈൻ ചെയ്യാം. സോ ബീം മെക്കാനിസവും സ്വേ മെക്കാനിസവും കമ്പൈൻ ചെയ്ത് വരച്ചിരിക്കുന്ന ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ രണ്ട് മെക്കാനിസവും കമ്പൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ബിയിലെ പ്ലാസ്റ്റിക് ഹിഞ്ച് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. രണ്ട് മെക്കാനിസവും കമ്പൈൻ ചെയ്യുമ്പോൾ ബിയിലെ പ്ലാസ്റ്റിക് ഹിഞ്ച് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ബാക്കി ഒരു ചേഞ്ചും വരുന്നില്ല. ബിയിലെ പ്ലാസ്റ്റിക് ഹിഞ്ച് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഓക്കെ, ഇപ്പോ കോളത്തിലെ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എന്ന് മാർക്ക് ചെയ്തു. ബീമിലെ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 1. ആംഗിൾ, ബിയിലെ ആംഗിൾ തീറ്റയാണ്. സോ അതുകൊണ്ടാണ് ബീം മെക്കാനിസത്തിൽ ആംഗിളും തീറ്റയാണ്. അതുപോലെ സി എന്ന കോളം സ്വേ മെക്കാനിസത്തിലെ ആംഗിൾ തീറ്റയാണ്. അതുപോലെ ബീം മെക്കാനിസത്തിലെ ആംഗിൾ സെയിം ആയിരിക്കും. കാരണം ബി എന്ന പോയിന്റിലെ റൊട്ടേഷനും സി എന്ന പോയിന്റിലെ റൊട്ടേഷനും സെയിം ആയിരിക്കും. ഓക്കെ, സോ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. സിമിലർലി ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ തീറ്റ ആയിരിക്കും. ദെൻ പ്ലാസ്റ്റിക് ഹിഞ്ച് മാർക്ക് ചെയ്യുക. പ്ലാസ്റ്റിക് ഹിഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ബിയിലെ പ്ലാസ്റ്റിക് ഹിഞ്ച് മാത്രം നെഗ്ലക്ട് ചെയ്യുക. ബാക്കി എല്ലാ പോയിന്റ്സിലെയും പ്ലാസ്റ്റിക് ഹിഞ്ച് മാർക്ക് ചെയ്യുക. പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് അപ്ലൈ ചെയ്യുക. എക്സ്റ്റേണൽ വർക്ക് ഡണിനെയും ഇന്റേണൽ വർക്ക് ഡണിനെയും ഇക്വേറ്റ് ചെയ്യുക. ഫൈൻഡ് ദി പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോ ഈ മൂന്ന് മെക്കാനിസവും യൂസ് ചെയ്തിട്ടാണ് ഫ്രെയിംസിന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻ കൈനമാറ്റിക് മെത്തേഡ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ മൂന്ന് മെക്കാനിസം കൺസിഡർ ചെയ്യണം: ബീം മെക്കാനിസം, സ്വേ മെക്കാനിസം ആൻഡ് കമ്പൈൻഡ് മെക്കാനിസം. ഓക്കെ,
നമുക്കൊരു പ്രോബ്ലം നോക്കാം. Determine the plastic moment capacity of the section required for the frame shown in figure. The loads shown in figure are the working loads. Total load factor is 1.75. Assume same plastic moment capacity for all the members. So ഇവിടെ ഒരു ഫ്രെയിം തന്നിട്ടുണ്ട്. ഫ്രെയിമിലെ ലോഡ്സ് ഒക്കെ വർക്കിംഗ് ലോഡ് ആണെന്ന് പറയുന്നുണ്ട്. ലോഡ് ഫാക്ടർ 1.75 ആണെന്ന് പറയുന്നുണ്ട്. ഈ സ്ട്രക്ചർ ത്രൂ ഔട്ട് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി MP അസ്യൂം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. സോ ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്, വർക്കിംഗ് ലോഡ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ വർക്കിംഗ് ലോഡിനെ ലോഡ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്ത് ചെയ്യുക, കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യുക. സോ സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ലോഡിനെയൊക്കെ കൊളാപ്സ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ 80 into 1.75 ചെയ്യുമ്പോൾ 140 കിട്ടും. അതുപോലെ 40 into 1.75 ചെയ്യുമ്പോൾ 70 കിട്ടും. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്തു. ഇനി എന്ത് ചെയ്യാം, ഓരോ മെക്കാനിസം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ബീം മെക്കാനിസം എടുത്തു. സോ ബീം മെക്കാനിസം, BC എന്ന ബീമില് ഒറ്റ പോയിന്റ് ലോഡേ ഉള്ളൂ. സോ പോയിന്റ് ലോഡിന് താഴെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് Δ1 പ്രൊവൈഡ് ചെയ്തു. ഓരോ പോയിന്റിലെയും പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി പ്ലോട്ട് ചെയ്തു. എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് WC into Δ1, which is and internal work done is MP into θ1 plus MP into θ1 plus θ2 plus MP into θ2. Then Δ1 എന്ന് പറയുന്നത് 3θ1 ആണ്. അതുപോലെ Δ1 again 3θ2 ആണ്. ഈ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് θ1 is equal to θ2. അല്ലെങ്കിൽ ഒരു സ്പാനിൽ സെൻട്രൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ രണ്ട് സപ്പോർട്ടിലെയും റൊട്ടേഷൻ സെയിം ആയി. Then external work done compute ചെയ്യാം. WC Δ1, Δ1 പകരം 3θ1 substitute ചെയ്യാം. WC പകരം 140 substitute ചെയ്യാം. Simplify ചെയ്യാം. You will get external work done as 420 θ1. Similarly, internal work done compute ചെയ്യാം. θ2 ന്റെ പ്ലേസിൽ θ1 substitute ചെയ്യാം. Simplify ചെയ്യാം. You will get internal work done as 4 MP θ1. Then according to principle of virtual work, external work done is equal to internal work done. External work done name, internal work done name equate ചെയ്യാം. 420 θ1 is equal to 4 MP θ1. രണ്ട് സൈഡും θ1 കോമൺ ആണ്, ക്യാൻസൽ ചെയ്യാം. You will get MP as 105 kilonewton meter. Then നമുക്ക് തന്നിരിക്കുന്ന ഫ്രെയിമിലെ AB എന്ന കോളത്തിലോ CD എന്ന കോളത്തിലോ ലോഡ് വരുന്നില്ല. അതായത് AB എന്ന സ്പാനിലോ CD എന്ന സ്പാനിലോ ലോഡ് വരുന്നില്ല. ജസ്റ്റ് B എന്ന ജോയിന്റിൽ മാത്രമേ ലോഡ് വരുന്നുള്ളൂ. സോ കോളം മെക്കാനിസം കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് കൺസിഡർ ദി സ്വേ മെക്കാനിസം. ഓക്കെ, സോ സ്വേ മെക്കാനിസം കൺസിഡർ ചെയ്യുക. AB ആൻഡ് CD എന്ന കോളത്തിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആണ്. A എന്ന പോയിന്റിലെയും B എന്ന പോയിന്റിലെയും C എന്ന പോയിന്റിലെയും D എന്ന പോയിന്റിലെയും റൊട്ടേഷൻ ഞാൻ θ1 എന്ന് കൊടുത്തു. AB യിലെയും CD യിലെയും റൊട്ടേഷൻ സെയിം ആണ്. കാരണം AB യുടെ ലെങ്തും CD യുടെ ലെങ്തും സെയിം ആണ്. ഓക്കെ, അതുകൊണ്ടാണ് രണ്ടിടത്തെയും റൊട്ടേഷൻ സെയിം ആയിട്ട് വന്നത്. ഓരോ പോയിന്റിലെയും പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി മാർക്ക് ചെയ്യാം. Then external work done will be WC into delta. ശ്രദ്ധിക്കാം, സ്വേ മെക്കാനിസത്തിലെ WC എന്ന് പറയുന്നത് സ്വേ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. Here the sway force is 70. So WC into delta is equal to 70 delta. Then internal work done MP into theta plus MP into theta plus MP into theta plus MP into theta, which is 4 MP theta. Then first ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഈ വരച്ചിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും tan theta opposite side by adjacent side, tan theta is equal to delta by AB is 4. So delta by 4 എന്ന് വരും. That is theta is equal to delta by 4. So delta is 4 theta. Then according to principle of virtual work, external work done is equal to internal work done. External work done 70 delta is equal to internal work done 4 MP theta. ഇനി ഡെൽറ്റയ്ക്ക് പകരം 4 theta substitute ചെയ്യാം. രണ്ട് സൈഡും theta കോമൺ ആയിട്ടുണ്ട്, ക്യാൻസൽ ചെയ്യാം. You will get MP as 70 kilonewton meter. Then sway mechanism കഴിഞ്ഞാൽ അടുത്ത combined mechanism. Combined mechanismത്തിൽ ബീം മെക്കാനിസവും സ്വേ മെക്കാനിസവും നമ്മൾ കമ്പൈൻ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, ബിയിൽ പ്ലാസ്റ്റിക് കേജ് ഫോം ചെയ്യില്ല. Then BC എന്ന സ്പാനിലെ കൊളാപ്സ് മെക്കാനിസവും കൺസിഡർ ചെയ്യണം. കമ്പൈൻഡ് മെക്കാനിസത്തിലെ എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യാം.
70 into delta plus 140 into delta 1. ഞാൻ ബീമിലെ virtual displacement delta 1 കൊടുത്തു. Then internal work done compute ചെയ്തു. mp into theta plus mp into theta 1 plus theta plus mp into theta plus theta plus mp into theta. ഇവിടെ തീറ്റ എല്ലായിടത്തും കോമൺ ആണ് കാരണം ബിയിലെ റൊട്ടേഷൻ സെയിം ആണ്, അതുപോലെ സിയിലെ റൊട്ടേഷൻ സെയിം ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇന്റേണൽ വർക്ക് ഡൺ ആസ് 6 mp theta. Then ഡെൽറ്റ ഓൾറെഡി നേരത്തെ ആ കോളത്തിന്റെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്തത് പറഞ്ഞില്ലേ, സെയിം തന്നെയാണ് ഇവിടെ. ജസ്റ്റ് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ വിൽ ബി 4 theta. Similarly, delta 1 will be 3 theta. So external work done 70 delta plus 140 delta 1. Delta ക്ക് പകരം 4 theta and delta 1 ന് പകരം 3 theta substitute ചെയ്യുക, simplify ചെയ്യുക, you will get external work done as 700 theta. Then according to principle of virtual work, external work done is equal to internal work done. External work done 700 theta, internal work done 6 mp theta. രണ്ട് സൈഡും theta common ആണ്, cancel ചെയ്യുക, you will get mp as 116.67 kilonewton meter. So നമുക്ക് beam mechanism കൺസിഡർ ചെയ്തു, സ്വേ മെക്കാനിസം കൺസിഡർ ചെയ്തു, കമ്പൈൻ മെക്കാനിസം കൺസിഡർ ചെയ്തു. മൂന്ന് മെക്കാനിസത്തിലെയും പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കമ്പയർ ചെയ്യുക, ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും സ്ട്രക്ചറിന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. സോ ദി പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഓഫ് ദി സ്ട്രക്ചർ വിൽ ബി mp is equal to 116.67 kilonewton meter. So സ്ട്രക്ചറിന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. So here it is 116.67 kilonewton meter. Okay. So ഇന്ന് നമ്മൾ കൈനമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് ഫ്രെയിംസിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്തു. ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.